ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. മാർക്കറ്റിങ്ങിൽ നമുക്ക് അടുത്ത് പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് പബ്ലിസിറ്റി എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പബ്ലിസിറ്റി എന്ന് നോക്കാം. പബ്ലിസിറ്റി റെഫേഴ്സ് ടു എ ഫേവറബിൾ ന്യൂസ് എബൌട്ട് എ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് അപ്പിയറിംഗ് ഇൻ മാസ് മീഡിയ. ഒരു കമ്പനിയെ സംബന്ധിച്ചും ആ കമ്പനിയിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചും മാസ് മീഡിയയിൽ ഒരു ഫേവറബിൾ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പബ്ലിസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പബ്ലിസിറ്റി അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് റെഫേഴ്സ് ടു ഫേവറബിൾ ന്യൂസ് എബൌട്ട് എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ഫേവറബിൾ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് അപ്പിയറിംഗ് ഇൻ മാസ് മീഡിയ. ഒരു മാസ് മീഡിയയ്ക്ക്, അതായത് ഒരു കൂട്ടം ആളുകളിലേക്ക് അതിൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അപ്പിയർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് പബ്ലിസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പബ്ലിസിറ്റിയെ ചാൾസ് ഡബ്ല്യു ലാംബ് എന്നുള്ളൊരു വ്യക്തി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പബ്ലിസിറ്റി ഈസ് പബ്ലിക് ഇൻഫർമേഷൻ എബൌട്ട് എ കമ്പനി, ഗുഡ് ഓർ സർവീസ് അപ്പിയറിംഗ് ഇൻ ദ മാസ് മീഡിയ ആസ് എ ന്യൂസ് ഐറ്റം. ഒരു കമ്പനിയെ സംബന്ധിച്ചോ ഒരു ഗുഡ്സിനെ സംബന്ധിച്ചോ, കമ്പനി നിർമ്മിക്കുന്ന ഗുഡ്സിനെ സംബന്ധിച്ചോ സർവീസിനെ സംബന്ധിച്ചോ ഒരു മാസ് മീഡിയയിൽ ഒരു ന്യൂസ് ഐറ്റമായിട്ട് അപ്പിയർ ചെയ്യുന്നതിനെ നമ്മൾ പബ്ലിസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പബ്ലിസിറ്റി ഈസ് ദ പബ്ലിക് ഇൻഫർമേഷൻ എബൌട്ട് എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള പബ്ലിക് ഇൻഫർമേഷനാണ് പബ്ലിസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗുഡ് ഓർ സർവീസ് അപ്പിയറിംഗ് ഇൻ ദ മാസ് മീഡിയ ആസ് എ ന്യൂസ് ഐറ്റം. മാസ് മീഡിയയിൽ ഒരു ന്യൂസ് ഐറ്റമായിട്ട് പബ്ലിക് ഇൻഫർമേഷൻ കമ്പനിയെ സംബന്ധിച്ചുള്ള പബ്ലിക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിസിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പബ്ലിസിറ്റി ഈസ് ദ പബ്ലിക് ഇൻഫർമേഷൻ എബൌട്ട് എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള പബ്ലിക് ഇൻഫർമേഷൻസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് നമ്മൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. കമ്പനിയുടെ ഗുഡ്സ് ആകാം, കമ്പനിയുടെ സർവീസ് ആകാം. അപ്പിയറിംഗ് ഇൻ ദ മാസ് മീഡിയ ആസ് എ ന്യൂസ് ഐറ്റം. ഒരു മാസ് മീഡിയയിൽ ന്യൂസ് ഐറ്റമായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിസിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചാൾസ് ഡബ്ല്യു ലാംബാണ് ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് അൺപെയ്ഡ് ഫോം. പബ്ലിസിറ്റി എന്നുള്ളത് അൺപെയ്ഡ് ഫോമാണ്. അൺപെയ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിസിറ്റി ഈസ് എൻ അൺപെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ബൈ ദ മാർക്കറ്റർ. മാർക്കറ്ററുടെ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ഇല്ലാത്ത ഒരു അൺപെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അൺപെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. പേയ്മെൻറ്റ് ആവശ്യമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ബൈ ദ മാർക്കറ്റർ. മാർക്കറ്ററുടെ ഭാഗത്തു നിന്നുമുള്ള ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നേരിട്ടുള്ള ചിലവുകൾ അതിൽ വേണ്ടാത്ത കാരണം കൊണ്ട് പബ്ലിസിറ്റി എന്നുള്ളത് അൺപെയ്ഡ് ഫോമാണ്. നോ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. രണ്ടാമത്തെ പ്രത്യേകതയാണ് നോ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്ന് പറയുന്നത്. ദ പബ്ലിക് മെസ്സേജ് ഈസ് നോട്ട് സ്പോൺസേഡ് ബൈ എനിബഡി. പബ്ലിക് മെസ്സേജ് സ്പോൺസർ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടല്ല. സോ ദിസ് ഈസ് ബിക്കോസ് മെസ്സേജ് ഡസ് നോട്ട് ഗോസ് ആസ് എ ന്യൂസ് ഐറ്റം. അതുകൊണ്ടാണ് മെസ്സേജ് ഒരു ന്യൂസ് ഐറ്റമായിട്ട് പാസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്പോൺസർ ചെയ്യപ്പെടുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് നോട്ട് സ്പോൺസേഡ് ബൈ എനിബഡി. ദിസ് ഈസ് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഗോസ് ആസ് എ ന്യൂസ് ഐറ്റം. മെസ്സേജ് ഒരു ന്യൂസ് ഐറ്റമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പബ്ലിക് മെസ്സേജ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഐറ്റം അല്ല എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് മോർ ക്രെഡിബിലിറ്റി ആൻഡ് വൈഡ് റീച്ച് എന്ന് പറയുന്നുണ്ട്. മോർ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ദ മെസ്സേജ് ഈസ് കൺവേഡ് ബൈ എൻ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്. മെസ്സേജ് കൺവേ ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പ്രസ് ഇറ്റ് ഈസ് മോർ ക്രെഡിബിൾ ദാൻ ദ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ്. മെസ്സേജ് കൺവേ ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൽ നിന്നാണ്, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഉറവിടത്തിൽ നിന്നാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് വെച്ചാൽ ദ പ്രസ് ഇറ്റ് ഈസ് മോർ ക്രെഡിബിൾ ദാൻ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ്. അതുകൊണ്ട് തന്നെ ഇത് അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജിനേക്കാളും കൂടുതൽ വിശ്വസനീയമാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനേക്കാളും കൂടുതൽ വിശ്വസനീയമാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് വൈഡ് റീച്ചാണ്. ആസ് ദ മെസ്സേജ് ഗോസ് ഇൻ ദ ഫോം ഓഫ് ന്യൂസ് റാദർ ദാൻ ഡയറക്റ്റ് സെയിൽസ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റ് സെയിൽസിന് പകരമായിട്ട് മെസ്സേജുകൾ ന്യൂസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ റീച്ച് ഈവൻ ദോസ് ഹൂ വുഡ് നോട്ട് ഹാവ് അതർവൈസ് അറ്റൻഡഡ് ടു പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരിലേക്കും ഇത് ഇറ്റ് ക്യാൻ റീച്ച് ഈവൻ ദോസ് ഹൂ വുഡ് നോട്ട് ഹാവ് അതർവൈസ് അറ്റൻഡഡ് ടു പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ. പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ അറ്റൻഡ് ചെയ്യാത്തവരിലേക്കും ഇതൊരു ന്യൂസ് ഐറ്റമായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട്. ആസ് ദ മെസ്സേജ് ഗോസ് ഇൻ ദ ഫോം ഓഫ് ന്യൂസ്. ന്യൂസിൻ്റെ രൂപത്തിൽ മെസ്സേജ് പുറപ്പെടുന്നതുകൊണ്ട് തന്നെ റാദർ ദാൻ ഡയറക്റ്റ് സെയിൽസ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റ് സെയിൽസ് കമ്മ്യൂണിക്കേഷന് പകരമായിട്ട് ന്യൂസിൻ്റെ രീതിയിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് പോകുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ റീച്ച് ഈവൻ ദോസ് ഹൂ വുഡ് നോട്ട് ഹാവ് അതർവൈസ് അറ്റൻഡഡ് ടു പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, അതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് നോ കൺട്രോൾ. പബ്ലിസിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ കൺട്രോൾ. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പബ്ലിസിറ്റി ആസ് എ മീഡിയം ഓഫ് പ്രൊമോഷൻ ഈസ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ മാർക്കറ്റിംഗ് ഫേം. മാർക്കറ്റിംഗ് ഫേമിൻ്റെ കൺട്രോളിൽ വരുന്ന ഒന്നല്ല പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പബ്ലിസിറ്റി ഹാസ് നോ കൺട്രോൾ ഓവർ ദ മാർക്കറ്റിംഗ് ഫേം. മാർക്കറ്റിംഗ് ഫേമിന് കൺട്രോൾ പബ്ലിസിറ്റിയുടെ മുകളിലില്ല.
ഓൺലി ന്യൂസ് വാല്യൂ ഐറ്റംസ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ് ന്യൂസ് വാല്യൂ ഐറ്റം ആണെന്ന് പറയുന്നത്. മീഡിയ കവേഴ്സ് ഓൺലി ദോസ് പീസസ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഹാവ് ന്യൂസ് വാല്യൂ. ന്യൂസ് വാല്യൂ ഉള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ മീഡിയയിൽ കവർ ചെയ്യുന്നുള്ളൂ. ദസ് എ ഫേം കനോട്ട് മേക്ക് യൂസ് ഓഫ് പബ്ലിസിറ്റി ടു പ്രൊമോട്ട് ഇറ്റ്സ് പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫേമുകൾക്കും അതിൻ്റെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് പബ്ലിസിറ്റി എന്നുള്ളത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമല്ല. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിസിറ്റി. അപ്പോൾ പബ്ലിസിറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അൺപെയ്ഡ് ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ നോ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ, പ്രത്യേകമായിട്ടുള്ള ഒരു ഐഡൻറ്റിഫൈഡ് സ്പോൺസർ അതിനില്ല. മോർ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വസനീയത ഉണ്ട്. വൈഡ് റീച്ച്, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയും. നോ കൺട്രോൾ, അതിന് നിയന്ത്രണമില്ല. ഓൺലി ന്യൂസ് വാല്യൂ ഐറ്റംസ്, ന്യൂസ് വാല്യൂ ഐറ്റംസ് മാത്രമാണ് പബ്ലിസിറ്റിയിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അൺപെയ്ഡ് ഫോമാണ്, പേ ചെയ്യാത്ത ഒരു ഫോമാണ്. നോ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ, ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പോൺസറൊന്നും ഇല്ല ഇതിന്. മോർ ക്രെഡിബിലിറ്റി, കൂടുതൽ വിശ്വസനീയത ആണ്. പിന്നെ അതുപോലെ തന്നെ വൈഡ് റീച്ച്, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുന്നുണ്ട്. നോ കൺട്രോൾ, അതിന് നിയന്ത്രണമില്ല. അതുപോലെ തന്നെ ഓൺലി ന്യൂസ് വാല്യൂ ഐറ്റംസ്, ന്യൂസ് വാല്യൂ ഐറ്റംസ് മാത്രമായിരിക്കും പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് റിലേഷൻസ്. എന്താണ് പബ്ലിക് റിലേഷൻസ് എന്ന് നോക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ആൻ അറ്റംപ്റ്റ് ബൈ ദ ഇൻഫർമേഷൻ persuasion and adjustment to engineer public support for an activity, cause, movement or institution. Public relation എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ബൈ ദ ഇൻഫർമേഷൻ persuasion and adjustment to engineer public support for an activity, cause, movement or institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനങ്ങൾക്കോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റികൾക്കോ പൊതുജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യുകയും അല്ലെങ്കിൽ അവരിലെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പ്രേരണ ഉളവാക്കുകയും അതുപോലെ തന്നെ പബ്ലിക് സപ്പോർട്ട് നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇത്തരം ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എഡ്വേർഡ് എൽ ബെർണെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ പബ്ലിക് റിലേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? പബ്ലിക് റിലേഷൻ ഈസ് ആൻ അറ്റംപ്റ്റ് ബൈ ദ ഇൻഫർമേഷൻ പേഴ്സ്വേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇൻഫർമേഷൻ്റെയോ പേഴ്സ്വേഷൻ്റെയോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയോ ഒരു അറ്റംപ്റ്റാണ് ടു ഗെറ്റ് പബ്ലിക് സപ്പോർട്ട് ഫോർ ആൻ ആക്ടിവിറ്റി, കോസ്, മൂവ്മെൻറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ആക്ടിവിറ്റിക്കോ ഒരു കോസിനോ ഒരു മൂവ്മെൻറ്റിനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ പബ്ലിക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പേഴ്സ്വേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മാനേജിങ് പബ്ലിക് ഒപ്പീനിയൻ എബൌട്ട് എൻ ഓർഗനൈസേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ടു ബി പെർഫോംഡ് ബൈ ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോം ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് മാനേജിങ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എ ബിസിനസ് ഹാസ് ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് നോട്ട് ഓൺലി വിത്ത് കസ്റ്റമേഴ്സ് ബട്ട് ഓൾസോ വിത്ത് പബ്ലിക് ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഡീലേഴ്സ്, ഗവൺമെൻറ്, ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ജനറൽ പബ്ലിക്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് പബ്ലിക് ഗ്രൂപ്പുകളായിട്ടുള്ള സപ്ലയേഴ്സിനോടും ഇൻവെസ്റ്റേഴ്സിനോടും ഡീലേഴ്സിനോടും ഗവൺമെൻറ്റിനോടും ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളോടും ജനറൽ പബ്ലിക്കിനോടും എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹാസ് ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് നോട്ട് ഓൺലി വിത്ത് കസ്റ്റമേഴ്സിനോട് മാത്രമല്ല ബട്ട് ആൾസോ വിത്ത് പബ്ലിക് ഗ്രൂപ്പ്സുകളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പബ്ലിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം? സപ്ലയേഴ്സ് വരാം, ഇൻവെസ്റ്റേഴ്സ് വരാം, ഡീലേഴ്സ് വരാം, ഗവൺമെൻറ് വരാം, ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ വരാം, ജനറൽ പബ്ലിക്കുകളും വരാം. അപ്പോൾ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ബൈ ദ ഇൻഫർമേഷൻ പേഴ്സ്വേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എൻജിനിയർ പബ്ലിക് സപ്പോർട്ട് ഫോർ ആൻ ആക്ടിവിറ്റി, കോസ്, മൂവ്മെൻറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ മൂവ്മെൻറ്റിനോ ഒരു കോസിനോ ഒരു ആക്ടിവിറ്റിക്കോ പബ്ലിക് സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന പേഴ്സ്വേഷൻ, ഇൻഫർമേഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് പറയാനുള്ളത് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ്റെ റോളുകളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രസ് റിലേഷൻ, സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് പബ്ലിസിറ്റി, തേർഡ് വൺ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫോർത്ത് വൺ ലോബിയിങ്, ഫിഫ്ത്ത് വൺ കൗൺസിലിംഗ്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രസ് റിലേഷൻസ്. എന്താണ് പ്രസ് റിലേഷൻ നോക്കാം. ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ എ പോസിറ്റീവ് മാനർ ഇൻ ദ പ്രസ്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് പോസിറ്റീവ് മാനറിൽ ഒരു പ്രസ്സിൽ പ്രൊവൈഡ് ചെയ്യാം. ഫോർ ദാറ്റ് ദ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ആൾവേസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദ മീഡിയ ടു പ്രസൻറ്റ് ട്രൂ ഫാക്ട്സ് ആൻഡ് കറക്റ്റ് പിക്ചർ അബൌട്ട് ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള കറക്റ്റ് പിക്ചർ നേടിയെടുക്കാനും പ്രസൻറ്റ് ട്രൂ ഫാക്റ്റുകൾ നേടിയെടുക്കാനുമുള്ള പോസിബിലിറ്റി ഉണ്ടാകുന്നു. അതർവൈസ് ന്യൂസ് ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ് ഇഫ് കമ്മിങ് ഇൻ അതർ സോഴ്സസ്. മറ്റ് സോഴ്സുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ന്യൂസ് എന്തായി മാറും? ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് പബ്ലിസിറ്റി. പ്രൊഡക്റ്റ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞതാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ടേക്ക് ആൾ ദ മോർ എഫേർട്സ് ടു പബ്ലിസൈസ് ന്യൂ പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റുകൾ പബ്ലിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
എല്ലാ എഫേർട്ടുകളും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുക്കണം. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ആൾസോ ടേക്ക് ആൾ ദ മോർ എഫേർട്സ് ടു പബ്ലിസൈസ് ന്യൂ പ്രൊഡക്ട്സ്. ന്യൂ പ്രൊഡക്റ്റുകൾ പബ്ലിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളെല്ലാം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണം. ദ കമ്പനി ക്യാൻ മേക്ക് പീപ്പിൾ ഡ്രോ ദെയർ അറ്റൻഷൻ ടു ന്യൂ പ്രൊഡക്ട്സ് ബൈ കണ്ടക്ടിങ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ്. ന്യൂ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം? സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാം. കമ്പനി ക്യാൻ മേക്ക് പീപ്പിൾ ഡ്രോ ദെയർ അറ്റൻഷൻ ടു ന്യൂ പ്രൊഡക്ട്സുകളെ സംബന്ധിച്ചുള്ള അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം? സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെ പബ്ലിസിറ്റികൾ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? The image of the company should be promoted by communicating with the public and also with its employees. പബ്ലിക്സുമായിട്ടും എംപ്ലോയീസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കമ്പനിയുടെ ഇമേജ് എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂസ് ലെറ്ററുകളുടെ സഹായത്തോടുകൂടിയാകാം, ആനുവൽ റിപ്പോർട്ട്സുകളുടെ സഹായത്തോടുകൂടിയാകാം, ആർട്ടിക്കിൾസിൻ്റെ സഹായത്തോടുകൂടിയാകാം, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസിൻ്റെ സഹായത്തോടുകൂടിയാകാം. ഇങ്ങനെയുള്ള വ്യത്യസ്ത മാർഗ്ഗത്തിൽ കൂടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കാം. ഇൻ്റർവ്യൂസ് വിത്ത് TV ചാനൽസ് ആൻഡ് ആൻസറിങ് ടു queries by media will go a long way in promoting public relations. പബ്ലിക് റിലേഷൻസ് പ്രൊമോട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻ്റർവ്യൂസ് വിത്ത് TV ചാനലുകളുമായിട്ട് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. ആൻസറിങ് ടു ക്വറീസ് ആൻസർ പ്രൊവൈഡ് ചെയ്യുക. മീഡിയയിൽ നിന്ന് വരുന്ന ക്വറീസിന്, അതായത് ക്വസ്റ്റ്യൻ ആൻസറുകൾക്ക് ആൻസറിങ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് പ്രൊമോട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് ലെറ്ററുകൾ, ആനുവൽ റിപ്പോർട്ട്സുകൾ, ആർട്ടിക്കിൾസ് ആൻഡ് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നെക്സ്റ്റ് ലോബിയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി ഹാസ് ടു ഓഫൺ ഡീൽ വിത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് മിനിസ്റ്റേഴ്സ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ട്രേഡും കൊമേഴ്സുമായി ബന്ധപ്പെട്ട മാറ്ററുകളിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ മിനിസ്റ്റേഴ്സുമായിട്ടും ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ടും കമ്പനിക്ക് ഡീലിംഗ് നടപ്പിലാക്കേണ്ടി വരും. ഗവൺമെൻറ് ആൾസോ അസോസിയേറ്റ് വിത്ത് ട്രേഡ് ഓർഗനൈസേഷൻസ് വൈൽ ഫോർമുലേറ്റിംഗ് ഇൻഡസ്ട്രിയൽ ടാക്സേഷൻ പോളിസീസ് എക്സെട്ര. ഇൻഡസ്ട്രിയൽ പോളിസികളോ ടാക്സേഷൻ പോളിസികളോ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിനെ ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് ആൾസോ അസോസിയേറ്റ് വിത്ത് ട്രേഡ് ഓർഗനൈസേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. എപ്പോൾ? വൈൽ ഫോർമുലേറ്റിംഗ് ഇൻഡസ്ട്രിയൽ ടാക്സേഷൻ പോളിസീസ്. ഇൻഡസ്ട്രിയൽ പോളിസികളും ടാക്സേഷൻ പോളിസികളും ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ട്രേഡ് ഓർഗനൈസേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ദ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ പ്രൊമോട്ടിംഗ് ഓർ ഡിഫീറ്റിംഗ് റെഗുലേഷൻസ് ദാറ്റ് അഫക്ട് ദം. അതിനെ അഫക്റ്റ് ചെയ്യുന്ന റെഗുലേഷൻസും അതുപോലെ തന്നെ അതിനെ ഡിഫീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് കൂടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ദ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ പ്രൊമോട്ടിംഗ് ഓർ ഡിഫീറ്റിംഗ് റെഗുലേഷൻസ് ദാറ്റ് അഫക്ട് ദം. അതിനെ അഫക്റ്റ് ചെയ്യുന്ന റെഗുലേഷൻസ് ഡിഫീറ്റ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ബിഗ് റോൾ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. നെക്സ്റ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ഗിവൻ അഡ്വൈസ് ഓൺ ജനറൽ ഇഷ്യൂസ് വിച്ച് അഫക്ട് ദ പബ്ലിക് ആസ് വെൽ ആസ് ഓൺ സ്പെസിഫിക് ഇഷ്യൂസ്. പൊതുവായിട്ടും അതുപോലെ തന്നെ സ്പെസിഫിക്കുമായ കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ഇഷ്യൂസിനെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാൻ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. സോ കമ്പനി മേ ബി ആസ്ക്ഡ് ടു കോൺട്രിബ്യൂട്ട് മണി ഫോർ കോസസ് ലൈക്ക് എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റിൻ്റെ പ്രോബ്ലംസ്, എൻവയോൺമെൻറ്റിനോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് കോട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എഗെയിൻസ്റ്റായിട്ട് മണി കോൺട്രിബ്യൂട്ട് ചെയ്യാനും ചിൽഡ്രൻസ് റൈറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണം, എഡ്യൂക്കേഷൻ എക്സെട്ര ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കമ്പനിയോട് പണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. സച്ച് കോസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് പബ്ലിക് ഇമേജ്. ഇത്തരത്തിലുള്ള റിലേറ്റഡ് ആക്ടിവിറ്റീസ് സ്വാഭാവികമായിട്ടും പബ്ലിക് ഇമേജ് വർദ്ധിപ്പിച്ചെടുക്കാൻ ഓർഗനൈസേഷന് സഹായിക്കുന്നുണ്ട്. സോ മാനേജ്മെൻറ്റ് ഈസ് ഗിവൻ അഡ്വൈസ് ഓൺ ജനറൽ ഇഷ്യൂസ് വിച്ച് അഫക്ട് ദ പബ്ലിക് ആസ് വെൽ ആസ് ഓൺ സ്പെസിഫിക് ഇഷ്യൂസ്. പബ്ലിക്സിനെയും അതുപോലെ തന്നെ സ്പെസിഫിക്കായ കാര്യങ്ങളിലും അഫക്റ്റ് ചെയ്യുന്ന ജനറൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാൻ മാനേജ്മെൻറ്റിന് സാധിക്കും. സോ കമ്പനി മേ ബി ആസ്ക്ഡ് ടു കോൺട്രിബ്യൂട്ട് മണി ഫോർ കോസസ് ലൈക്ക് എൻവയോൺമെൻറ്റ്. അതായത് പരിതസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ചിൽഡ്രൻസ് റൈറ്റ് അതായത് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനും അത്തരത്തിലുള്ള റിലേറ്റഡ് ആക്ടിവിറ്റികളിൽ കൂടെ കമ്പനിക്ക് എന്ത് ചെയ്യാം? പബ്ലിക് ഇമേജ് നേടിയെടുക്കാൻ കഴിയും. ഇൻ അഡീഷൻ ടു ദിസ് ഇറ്റ് ഹാസ് സെർട്ടൻ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇതിന് പുറമെ ഇതിന് ചില മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സുകളുണ്ട്. അതൊക്കെയാണ്. ഒന്ന് ബിൽഡിംഗ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ഡ്രമാറ്റൈസ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മീഡിയയിൽ കൂടെ അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഡ്രമാറ്റൈസ് ചെയ്യാം. ദിസ് വിൽ ഹാവ് ദ എഫക്റ്റ് ഓഫ് മാർക്കറ്റ് പ്ലേസ് എക്സൈറ്റ്മെൻറ്റ്
ബിഫോർ ദ പ്രൊഡക്റ്റ് റീച്ചസ് ദ മാർക്കറ്റ്. പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റിൽ അതിനൊരു സ്ഥാനം കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ക്യാൻ ക്രിയേറ്റ് എ ഫേവറബിൾ ഇംപ്രഷൻ ഓൺ ദ ടാർഗറ്റ് പ്രോസ്പെക്ട്സ്. ടാർഗറ്റ് പ്രോസ്പെക്ട്സുമായിട്ട് ഫേവറബിൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് ന്യൂസ് എബൌട്ട് എ പ്രൊഡക്റ്റ് കംസ് ഇൻ ദ മീഡിയ വെൽ ഇൻ അഡ്വാൻസ് ഇറ്റ് എൻസ് ക്രെഡിബിലിറ്റി. പീപ്പിൾ ട്രസ്റ്റ് ദ പ്രൊഡക്റ്റ് സിൻസ് ഇറ്റ് ഈസ് ഇൻ ദ ന്യൂസ്. ന്യൂസിൽ അതിൻ്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ അതിൽ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ക്രെഡിബിലിറ്റി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണത്. ഇഫ് ന്യൂസ് എബൌട്ട് എ പ്രൊഡക്റ്റ് കംസ് ഇൻ ദ മീഡിയ, പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ വെൽ ഇൻ അഡ്വാൻസ് ഇറ്റ് ലെൻസ് ക്രെഡിബിലിറ്റി, ഇത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാൻ സഹായിക്കും. പീപ്പിൾ ട്രസ്റ്റ് ദ പ്രൊഡക്റ്റ് സിൻസ് ഇറ്റ് ഈസ് ഇൻ ദ ന്യൂസ്. ന്യൂസിൽ എത്തിച്ചേരുന്നതോടുകൂടി പ്രൊഡക്റ്റിനെ അവർ വിശ്വസിക്കും. അതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചെടുക്കാനും സാധിക്കും. സ്റ്റിമുലേറ്റ്സ് സെയിൽസ് ഫോഴ്സ്. സ്റ്റിമുലേറ്റ്സ് സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ദ വർക്ക് ഓഫ് സെയിൽസ് ഫോഴ്സ് ബിക്കംസ് ഈസിയർ. സെയിൽസ് ഫോഴ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈസിയർ ആണ്. ദേ ക്യാൻ കൺവിൻസ് ദ റീറ്റെയിലേഴ്സ് ആൻഡ് ഡീലേഴ്സ് ഹു ആർ അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ് ത്രൂ ന്യൂസ് ബിഫോർ ഇറ്റ് ഈസ് ലോഞ്ച്ഡ്. റീറ്റെയിലേഴ്സ് ആൻഡ് ഡീലേഴ്സ് ആൾസോ ക്യാൻ ഈസിലി സെൽ ദ പ്രൊഡക്റ്റ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിനും ഡീലേഴ്സിനും പ്രൊഡക്റ്റുകൾ അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് ഈസി ആയിട്ട് സെൽ ചെയ്യാനും കഴിയും. സ്റ്റിമുലേറ്റ്സ് സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഓഫ് സെയിൽസ് ഫോഴ്സ് ബിക്കംസ് ഈസിയർ. സെയിൽസ് ഫോഴ്സിൻ്റെ വർക്ക് എന്നുള്ളത് ബിക്കംസ് ഈസിയർ ആണ്. ദേ ക്യാൻ കൺവിൻസ് ദ റീറ്റെയിലേഴ്സ് ആൻഡ് ഡീലേഴ്സ് ഹു ആർ അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള അറിവുള്ള റീറ്റെയിലേഴ്സിനും ഡീലേഴ്സിനെയും അവർക്ക് കൺവിൻസ് ചെയ്യാനും ത്രൂ ദ ന്യൂസ് ബിഫോർ ഇറ്റ് ഈസ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ. റീറ്റെയിലേഴ്സ് ആൻഡ് ഡീലേഴ്സ് ആൾസോ ക്യാൻ ഈസിലി സെൽ ദ പ്രൊഡക്റ്റ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. റീറ്റെയിലേഴ്സിനും ഡീലേഴ്സിനും അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് ഈ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് സെൽ ചെയ്യാനും കഴിയും. നെക്സ്റ്റ് ലോവർ പ്രൊമോഷൻ കോസ്റ്റ്. ലോവർ പ്രൊമോഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിനിങ് ഗുഡ് പബ്ലിക് റിലേഷൻസ് റിസൾട്ട് ഇൻ ലോവർ കോസ്റ്റ് ആസ് കമ്പയർഡ് ടു അഡ്വർടൈസിങ് ആൻഡ് ഡയറക്റ്റ് മെയിൽ. അതായത് നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ അഡ്വർടൈസിങ് ഡയറക്റ്റ് മെയിൽസ് പോലെയുള്ള കോസ്റ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. ബട്ട് ഫോർ ദാറ്റ് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ സ്കിൽസ്. പക്ഷേ അതിന് ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ സ്കിൽസ് എന്നുള്ള ആവശ്യമാണ്. ടു കൺവിൻസ് ദ മീഡിയ ടു ഗെറ്റ് മോർ ടൈം ഓർ സ്പേസ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. ഓർഗനൈസേഷനും അതിൻ്റെ പ്രൊഡക്റ്റുകൾക്കും കൂടുതൽ ടൈമും സ്പേസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ആവശ്യമാണ്. ബട്ട് ഫോർ ദാറ്റ് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ സ്കിൽസ്. പക്ഷേ അതിന് ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ സ്കിൽസ് എന്നുള്ള ആവശ്യമാണ്. ടു കൺവിൻസ് ദ മീഡിയയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ സ്കിൽസ് എന്നുള്ളത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ടു ഗെറ്റ് മോർ ടൈം ഓർ സ്പേസ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. ലാസ്റ്റ് പറയുന്ന പബ്ലിക് റിലേഷൻ ടൂൾസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പബ്ലിക് റിലേഷൻ ടൂളുകളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ന്യൂസ്. അതായത് മീഡിയയിൽ കൊടുക്കുന്ന ടെലിവിഷൻസോ റേഡിയോയിൽസിലോ വരുന്ന ന്യൂസുകൾ. സ്പീച്ചസ്, അതായത് കോണ്ടസ്റ്റുകളോ സ്പീച്ചസോ കണ്ടക്ട് ചെയ്യുക. ഈ സ്പീച്ചസിൽ കൂടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്സിലേക്ക് എത്തിക്കുക. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സുകളാകാം, കൾച്ചറൽ ഇവൻറ്റുകളാകാം, അതുപോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകൾ. സ്പോർട്സ് ഇവൻറ്റുകളിൽ കൂടെ കൾച്ചറൽ ഇവൻറ്റുകളിൽ കൂടിയും പബ്ലിസിറ്റി പ്രൊവൈഡ് ചെയ്യാം. റിട്ടേൺ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മാഗസിൻസ്, അതുപോലെ തന്നെ ബിസിനസ് മാഗസിൻസ് ആയിട്ടുള്ള ധനം, അതുപോലുള്ള മാഗസിൻസുകൾ വഴിയും പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറി വരുന്ന ചിന്താഗതികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. കൂടാതെ പബ്ലിക് സർവീസ് ആക്ടിവിറ്റീസ്, പബ്ലിക്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികളും ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ എന്ത് ചെയ്യാം? പബ്ലിക് റിലേഷൻ ടൂൾ എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ പബ്ലിക് റിലേഷൻ ടൂൾസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാവുന്ന പ്രധാനപ്പെട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് ന്യൂസുകൾ, പിന്നെ ഒന്ന് സ്പീച്ചസ്, പിന്നെ ഒന്ന് ഇവൻറ്റ്സ്, കൾച്ചറൽ ഇവൻറ്റ്സുകൾ, സ്പോർട്സ് എന്നൊക്കെ ആകാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള റിട്ടേൺ മെറ്റീരിയൽസ് ആകാം. പിന്നെ പബ്ലിക് സർവീസ് ആക്ടിവിറ്റികളാകാം. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ രീതിയിൽ കൂടെ പബ്ലിക് റിലേഷൻ ടൂളുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ. അതോടുകൂടി മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചു. ഇത്രയും ഭാഗമാണ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. വളരെ വലിയൊരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് എന്നുള്ള, വളരെ വലിയൊരു ചാപ്റ്ററാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് പേഴ്സണൽ സെല്ലിംഗ്, പിന്നെ ഒന്ന് സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസിങ്, പിന്നെ അതുപോലെ തന്നെ പാക്കേജിങ്, ലേബലിംഗ്, ബ്രാൻഡിങ്, പിന്നെ അതുപോലെ ഒബ്ജക്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിങ്, അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് പ്രൊഡക്റ്റ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നും പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. മാർക്കറ്റിംഗ് മിക്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസിൽ ധാരാളമായിട്ട് കാണാറുണ്ട്. മാർക്കറ്റിംഗ് മിക്സ് 4 തരത്തിലുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ, കോമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്
പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചു. എല്ലാവരും വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.